അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, ആദ്യം VS സർക്കാർ കൊടുത്ത ഒരു സത്യവാങ്മൂലം, അവിടെ സ്ത്രീ സമത്വം, ലിംഗ വിവേചനം പാടില്ല, സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാം. പിന്നീട് 2016 വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളിത് തിരുത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു ഹർജി കൊടുക്കുന്നു. പിന്നീട് ആ ഹർജിയിൽ തീരുമാനമാകുന്ന മുമ്പ് സർക്കാർ മാറി പുതിയ സർക്കാർ വരുന്നു. പിണറായി സർക്കാർ പിന്നീട് നവംബറിൽ ഹർജി ചെയ്ത് കൊടുക്കുന്നു. VS സർക്കാരിൻ്റെ കാലത്ത് നൽകിയ ഹർജിയാണ് കേരള സംസ്ഥാനത്തിൻ്റെ നിലപാട് എന്നത് അറിയിക്കുന്നു. അതാണിപ്പോൾ കോടതിയിലുള്ളത്. അത് വീണ്ടും ചർച്ചയാവുകയാണ് നാളെ കേസ് വരുന്നതോടുകൂടി. അപ്പോൾ സർക്കാർ എന്ത് നിലപാടാവും സ്വീകരിക്കുക? സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തീരുമാനത്തിനൊപ്പം ഒരു പക്ഷേ വാക്കുകൾക്ക് വല്ലതും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസങ്ങൾ വരുമായിരിക്കും. ആ ആശയത്തോടു കൂടിയ സർക്കാർ മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം മറിച്ചൊരു തീരുമാനം എടുക്കാൻ ഇനിയും സർക്കാരിനെ കൊണ്ട് കഴിയുകയില്ല. കാരണം അങ്ങനെ ഒരു തീരുമാനം ആദ്യം എടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള കലുഷിതമായ ഒരു അന്തരീക്ഷം സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇനി അത് ആവർത്തിക്കാൻ ഒരു ജനാധിപത്യ സർക്കാരും, LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് വിശ്വാസമായിക്കോട്ടെ, ഒരു സർക്കാരും അതിന് മുതിരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അന്നെടുത്ത തീരുമാനത്തിൽ വ്യത്യാസം ഉറപ്പായിട്ടും LDF സർക്കാർ വരുത്തിയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ LDF സർക്കാരിന് കേരളത്തിൽ വനിതാ മതിൽ തീർക്കുകയും കേരളത്തിൽ നവോത്ഥാന നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് പരസ്യമായി തന്നെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുകയും അതിനുവേണ്ടി മുഖ്യമന്ത്രി തന്നെ നീണ്ട പ്രസംഗങ്ങൾ തന്നെ എത്രയെങ്കിലും ഉണ്ട്. അതൊക്കെ ഉണ്ടായത് അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് വിഴുങ്ങി നിലപാട് മാറ്റാൻ കഴിയുമോ? ഇത്ര സമയം തരണം. പറഞ്ഞു. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നത് മാത്രമായിട്ട് ബാക്കി നിൽക്കുകയാണോ കേരളത്തിലെ നവോത്ഥാനം? അതും ഒരു നവോത്ഥാനത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ എല്ലാം തീർത്ത് ഒരു വിഷയം പരിഹരിക്കാൻ കഴിയില്ല. ഒരു സ്റ്റേജില് ഒരു പെൺകുട്ടി അവാർഡ് മേടിക്കാൻ ചെന്നപ്പോ അവിടെ ഇറക്കി വിട്ടത് നിങ്ങൾ കണ്ടതല്ലേ? അതെ, അങ്ങനെ ഒരുപാട് എല്ലാ മതത്തിലും പല പല അത്തരം അനാചാരങ്ങൾ നിലനിൽപ്പുണ്ട്. എന്നിട്ട് അതിന്റെ മതില് കണ്ടില്ലല്ലോ. ഇവിടെ കണ്ടില്ലല്ലോ. ശബരിമലയിൽ മതില് തീർക്കാൻ തട്ടവിട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതിനെതിരെ ഒരാളിനെയും കണ്ടില്ലല്ലോ. ശ്രീ അജയകുമാർ, അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ് സാർ, അങ്ങനെ തന്നെ. ശ്രീ അജയകുമാർ, ഒരു മിനിറ്റ്. അങ്ങനെയല്ല. മുസ്ലിം സമുദായത്തിലായാലും ക്രൈസ്തവ സമുദായത്തിലായാലും അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾ ആ സമുദായത്തിൽ തന്നെയുണ്ട്. ആ സമുദായത്തിൽ പലരും അങ്ങനെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്ത് തന്നെ ഈ ആചാരങ്ങളുടെ കാര്യത്തിൽ വലിയ വിപ്ലവങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു മതമാണ് ക്രൈസ്തവ മതം. അവിടെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളുണ്ട്. അത് ഹിന്ദു മതത്തിലും അത് അങ്ങനെ തന്നെ, ക്രൈസ്തവ മതത്തിലും അങ്ങനെ തന്നെ, മുസ്ലിം മതത്തിലും. ഇത് ആചാര സംരക്ഷകരെന്ന് പറഞ്ഞ് യാഥാസ്ഥികരുമുണ്ട്, പുരോഗമനമായി ബാധിക്കുന്ന ആളുകളുണ്ട്. അത് എല്ലാ മതത്തിലുമുണ്ട്. നോക്കൂ കരുണേ, ഇതിനെ പറ്റി നിങ്ങൾ ആധികാരികമായിട്ട് നിങ്ങളെപ്പോലുള്ളവർ പഠിക്കണം. നിങ്ങളെപ്പോലെന്ന് വെച്ചാൽ പത്രക്കാർ പഠിക്കണം, ജേർണലിസ്റ്റുകൾ പഠിക്കണം. ശബരിമലയിലെ ഇന്നത്തെ ആ തിരക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ഒരു തിരിച്ചൊന്ന് ചിന്തിക്കാം. തിരക്കും ഇതുമായിട്ടൊന്നും അതെ, ഓരോരുത്തർക്ക് എന്ത് നിലപാട്. തിരക്കും സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയമേ അല്ല. തിരക്കല്ല വിഷയം. അത് ഇനി വാദിക്കാൻ കഴിയുമെങ്കിൽ വിഷയം അവിടുത്തെ ഞങ്ങൾ തുടർന്ന് വരുന്ന രീതി അതാണ്. ആ രീതി കൊണ്ട് ഞങ്ങൾക്ക് അത് തുടരാമെന്ന് പറയുന്നതല്ലാതെ തിരക്ക് കാണിച്ചാൽ ഇപ്പോൾ കയറുന്ന ആളുകളുടെ എണ്ണം കുറച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തീരാനുള്ള വിഷയമല്ലേ ഉള്ളൂ. അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ഇവിടെ നവോത്ഥാനപരമായിട്ടുള്ളത്. ഇപ്പൊ സർക്കാർ തീരുമാനം മാറ്റുമെന്നുള്ളതിലേക്ക് മറ്റൊരു വിഷയം കൂടെ വെച്ച് ചർച്ച ചെയ്യാം. ഇനി പൊളിറ്റിക്സ് പറയാം. കോൺഗ്രസുമായിട്ട് ഒരിക്കലും സഖ്യത്തിൽ ഏർപ്പെടുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നിച്ച് ഇന്ത്യ ഭരിക്കുമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ സഖ്യം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നോ നമ്മൾ വിശ്വസിച്ചിരുന്നോ? എന്തായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പ്രസ്താവനകൾ തന്നെ നമ്മുടെ മുമ്പിലില്ലേ? പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവരത് മാറ്റി അവരുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നില്ല, ഇപ്പോഴും നിൽക്കുന്നില്ല വാളയാറിനോടൊക്കെ. അപ്പൊ ചില സമയങ്ങളിൽ എടുക്കേണ്ട ചില യുക്തിപരമായ നിലപാടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കും, അത് LDF എടുക്കും, അത്രയേ ഉള്ളൂ. ആ ഒരു ആംഗിളിലാണ് ഞാനിതിനെ കാണുന്നത്. അവർക്ക് എടുത്തേ പറ്റുകയുള്ളൂ. നേരെ മറിച്ച് അവർ നേരത്തെ എടുത്ത ആ യുക്തിരഹിതമായ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന്റെ റിപ്പർക്കേഷൻസ് അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുള്ളതുപോലെ മാറാം എന്നുള്ളതടക്കം ഉദാഹരണ സഹിതം ശ്രീ സാബു ആണ്, കോട്ടയത്ത് നിന്നാണ്. ശ്രീ സാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ശബരിമലയിൽ ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിലെ നിലപാട്? അത് സാബുവിൻ്റെ ഫോണിൽ തടസ്സമുണ്ടെന്ന് ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഈ സർക്കാർ മുൻപെടുത്ത നിലപാടിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നാൽ, ഈ മാർച്ചിന് മുമ്പ് അങ്ങനെ ഒരു കോടതിയിൽ അറിയിക്കേണ്ടി വന്നാൽ മാറാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. ഇപ്പോൾ മാറാൻ
സാധ്യത ഉണ്ടാകുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ മഹാസംഗമത്തിന്റെ ഒരു ഇത് നടക്കുന്നുണ്ട്, സ്വർണ്ണപ്പോളിന്റെ ഒന്ന് വേറെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാവുമ്പോ ഇനി ഈ ഒരു സ്ത്രീ പ്രവേശനം കൂടി വന്നാൽ അതൊക്കെ ഭാവിയില് ഭാവി എന്ന് പറഞ്ഞാൽ അത്ര ഭാവി അല്ലാത്ത രീതിയിൽ ഒരു അനർത്ഥങ്ങളേക്കാണ് സംഭവിക്കുക. കാരണം എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ വരണം എന്നുള്ള ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഇനി ഈ പെണ്ണുങ്ങളെ അവിടെ കയറ്റുക എന്നും പറഞ്ഞ പെണ്ണുങ്ങൾ ഇപ്പൊ അവിടെ കയറുന്നുണ്ട്. അത് മറ്റേ 60 വയസ്സും 50 വയസ്സും ഒക്കെ കഴിഞ്ഞതും ചെറിയ പ്രായം ആകാത്ത കുട്ടികളൊക്കെ കയറുന്നത്. കാലക്രമേണ കയറാതെ ഇരിക്കുകയൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ആ വിഷയം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നുള്ള എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെയും നിലപാടുകൾ മാറ്റിയ ആളുകളാണ്. ഇടതുപക്ഷം തുടക്കം മുതൽ ഒരു നിലപാടായിരുന്നു, അവരും നിലപാട് മാറ്റാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കിരൺജി. നമസ്കാരം. ഇപ്പൊ സുപ്രീം കോടതി ഒരു വിധി നാളെ പറയുന്നതാണ് വിധിയല്ല, നാളെ ആ കേസിന്റെ സ്ത്രീ സമത്വവും മതസ്വാതന്ത്ര്യവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളുണ്ട്, 10-70ഓളം ഹർജികളുണ്ട്. അതിൽ ഒരു വിശാല ബെഞ്ചിന് 9 അംഗ ബെഞ്ച് നാളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതെ, അതാണ് ഉദ്ദേശിച്ചത്. ആ സുപ്രീം കോടതിയുടെ വിധി ഈ ഇലക്ഷന്റെ മുന്നേ ആയിട്ട് സുപ്രീം കോടതി സ്ത്രീകളെ കയറ്റാം, സ്ത്രീകൾക്ക് കയറാം, അതിൽ സ്ത്രീ സമത്വം ഉറപ്പുവരുത്തണം. CPM-ന്റെ ഇപ്പോൾ ഉള്ള നിലപാടിന് സമാനമായ നിലപാട് സുപ്രീം കോടതി എടുത്താൽ CPM തീർച്ചയായിട്ടും വെട്ടിലാവും, യാതൊരു സംശയമില്ല. പിന്നെ നായർ പിടിച്ച പുലിവാല് എന്ന് പറഞ്ഞ മാതിരിയാണ്. അങ്ങനെ ഞാൻ നായർ പിടിച്ച പുലിവാല് ഇപ്പൊ ജാതി പറയല്ല, ഞാനും നായരനെ, അതുകൊണ്ട് കുഴപ്പമില്ല. നായർ പിടിച്ച പുലിവാല് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. വാല് പിടിക്കാൻ പിടിച്ചു, ഇനി വാല് വിട്ടാലും പുലി കടിക്കും, വാല് വിടാണ്ടിരിക്കാനും പറ്റില്ല, എങ്ങനെയും കഴിച്ചില്ല. അതേമാതിരിയുള്ള അവസ്ഥയിലാണ് ഇപ്പൊ CPM ഇരിക്കുന്നത്. ഓരോ അമ്പലത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇല്ലേ കിരൺജി? ഉദാഹരണത്തിന് നമ്മളിപ്പോ വേറൊന്നും പോണ്ട, ദൂരെ ഒന്നും പോണ്ട, ശിവന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പ്രദക്ഷിണം വെക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രദക്ഷിണം സമ്മതിക്കില്ല. അമ്പലങ്ങളിൽ അമ്പല വിശ്വാസികളും അമ്പലത്തിലെ ആ ചടങ്ങുകളും ആചാരങ്ങളും ഉള്ളിടത്തോളം കാലം ഏത് സുപ്രീം കോടതി പറഞ്ഞാലും ശിവന്റെ അമ്പലത്തില് ചുറ്റും പ്രദക്ഷിണം വെക്കാനുള്ള അധികാരം ഇല്ല. അങ്ങനെ അതും ഇതുമായിട്ടൊന്നും ഒരിക്കലും താരതമ്യപ്പെടുത്താവുന്നതല്ല. ഇത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് ലിംഗ സമത്വത്തിന്റെ വിഷയമാണ് ഒരു ഘട്ടത്തിൽ വരുന്നത്. മറ്റൊന്ന് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട